5:25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിശ്ചയം ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയുമാണ് ഉണ്ടാകുന്നത്, സാക്ഷാത്കാരത്തിലൂടെ അല്ല. സാക്ഷാത്കാരവും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിലൂടെ ആരുടെയും മംഗളം ഉണ്ടാകുന്നില്ല. ചോദ്യം: ബാബ ഏതൊരു ശക്തി കാണിക്കുന്നില്ല, എന്നാൽ ബാബയുടെ പക്കൽ ഏതൊരു ഇന്ദ്രജാലം തീർച്ചയായും ഉണ്ട്? ഉത്തരം: ഭഗവാൻ ശക്തിവാനാണ്. ഭഗവാന് മരിച്ചുപോയവരെ ജീവിപ്പിക്കുവാൻ സാധിക്കും എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. പക്ഷേ ബാബ പറയുന്നു, ഈ ശക്തി ഞാൻ കാണിക്കുന്നില്ല. എന്നാൽ ആരെങ്കിലും നൗധ ഭക്തി ചെയ്യുന്നുവെങ്കിൽ അവർക്ക് സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. സാക്ഷാത്കാരം കാണിക്കുന്നതിൻ്റെ ഇന്ദ്രജാലം ബാബയുടെ പക്കലുണ്ട്. അതിനാലാണ് പല കുട്ടികൾക്കും വീട്ടിലിരിക്കുമ്പോഴും ബ്രഹ്മാവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. ഗീതം: എൻ്റെ മനസ്സിൻ്റെ വാതിൽക്കൽ ആരാണ് വന്നിരിക്കുന്നത്? ഓം ശാന്തി. ഇത് കുട്ടികളുടെ അനുഭവത്തിൻ്റെ ഗീതമാണ്. സത്സംഗങ്ങൾ ധാരാളമുണ്ട്. വിശേഷിച്ചും ഭാരതത്തിൽ അനേകം സത്സംഗങ്ങളുണ്ട്. അനേകം മതമതാന്തരങ്ങളുണ്ട്. വാസ്തവത്തിൽ അത് ഏതെങ്കിലും സത്സംഗമല്ല. സത്സംഗം ഒന്നേ ഉള്ളൂ. അവിടെ നിങ്ങൾ ഏതെങ്കിലും വിദ്വാന്റെയോ ആചാര്യൻ്റെയോ പണ്ഡിതൻ്റെയോ മുഖം കാണുമ്പോൾ ബുദ്ധി ആ ഭാഗത്തേക്ക് പോകും. ഇവിടെ പിന്നെ അനുഭവമായ കാര്യമാണ്. ഈ സത്സംഗം ഒരിക്കൽ മാത്രമാണ് ഈ സംഗമയുഗത്തിൽ ഉണ്ടാകുന്നത്. ഇതാകട്ടെ തികച്ചും പുതിയ കാര്യമാണ്. ആ പരിധിയില്ലാത്ത ബാബയ്ക്ക് ഒരു ശരീരമില്ല. ഞാൻ നിങ്ങളുടെ നിരാകാരനായ ശിവ് ബാബയാണ് എന്ന് പറയുന്നു. നിങ്ങൾ മറ്റു സത്സംഗങ്ങളിൽ പോകുമ്പോൾ ശരീരങ്ങളെയാണ് കാണുന്നത്. ശാസ്ത്രങ്ങൾ ഓർമ്മിച്ച് പിന്നെ കേൾപ്പിക്കുന്നു. അനേകം പ്രകാരത്തിലുള്ള ശാസ്ത്രങ്ങളുണ്ട്. അത് നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി കേട്ടുവന്നു. ഇതിപ്പോൾ പുതിയ കാര്യമാണ്. ബുദ്ധിയിലൂടെ ആത്മാവ് അറിയുന്നു. ബാബ പറയുന്നു, ഹേ എൻ്റെ സിഖിലതേ കുട്ടികളെ, ഹേ എൻ്റെ സാലിഗ്രാമങ്ങളെ എന്ന്. 5000 വർഷം മുമ്പും ഈ ശരീരത്തിലൂടെ ബാബ പഠിപ്പിച്ചിരുന്നു എന്ന് കുട്ടികളായ നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ബുദ്ധി പൂർണ്ണമായും ദൂരെ പോകുന്നു. ബാബ വന്നിരിക്കുകയാണ്. ബാബ എന്ന വാക്ക് എത്ര മധുരമാണ്. അത് മാതാവും പിതാവുമാണ്. ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ പറയും, ഇവരുടെ മാതാവും പിതാവും ആരാണെന്ന് അറിയില്ല എന്ന്. യഥാർത്ഥത്തിൽ ആ ഒന്ന് സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുന്നു. അതിലും അവർ കുഴങ്ങിപ്പോകുന്നു. ചിലപ്പോൾ ബ്രഹ്മാവിനെയും ചിലപ്പോൾ കൃഷ്ണനെയും കാണുന്നു. അപ്പോൾ ഇതെന്താണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ പേർക്ക് വീട്ടിലിരിക്കവേ തന്നെ ബ്രഹ്മാവിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇപ്പോൾ ആരും ഒരിക്കലും ബ്രഹ്മാവിനെ പൂജിക്കുന്നില്ല. കൃഷ്ണനെയും മറ്റും പൂജിക്കുന്നു. ബ്രഹ്മാവിനെ ആരും അറിയുന്നുമുണ്ടാകില്ല. പ്രജാപിത ബ്രഹ്മാവ് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതാണ് പ്രജാപിതാവ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, മുഴുവൻ ലോകവും പതീതമാണ്. അപ്പോൾ തീർച്ചയായും ഇദ്ദേഹവും വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ പതീതമായിരിക്കുന്നു. ആരും തന്നെ പാവനമല്ല. അതിനാൽ കുംഭമേളയിലും ഹരിദ്വാറിലും ഗംഗാസാഗരത്തിൻ്റെ മേളയിലും പോകുന്നു. സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമായി മാറും എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ നദികൾ പതീത പാവനയാവുക സാധ്യമല്ല. നദികൾ സാഗരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ ജ്ഞാനഗംഗകളാണ്. മഹത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ ജ്ഞാനഗംഗകൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നു. അമ്പെയ്തപ്പോൾ ഗംഗ വന്നതായി അവർ കാണിക്കുന്നു. അമ്പെയ്യുന്നതിൻ്റെ കാര്യമില്ല. ഈ ജ്ഞാനഗംഗകളാണ് ദേശാന്തരങ്ങളിൽ പോകുന്നത്. ശിവബാബ പറയുന്നു, ഡ്രാമയുടെ ബന്ധനത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
സർവരുടെയും പാർട്ട് നിശ്ചയിക്കപ്പെട്ടതാണ്. എൻ്റെ പാർട്ടും നിശ്ചിതമാണ്. ചിലർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഭഗവാൻ വളരെ ശക്തിവാനാണ്, മരിച്ചവരെയും ജീവിപ്പിക്കുവാൻ സാധിക്കും എന്ന്. ഇതെല്ലാം കള്ളക്കഥകളാണ്. ഞാൻ വരുന്നത് പഠിപ്പിക്കുവാനാണ്, അല്ലാതെ എന്ത് ശക്തി കാണിക്കുവാനാണ്? സാക്ഷാത്കാരത്തിൻ്റെയും ഇന്ദ്രജാലമുണ്ട്. നൗദാ ഭക്തി ചെയ്യുന്നുവെങ്കിൽ ഞാൻ സാക്ഷാത്കാരം കാണിക്കുന്നു. കാളിയുടെ രൂപം കാണിച്ചു കൊടുക്കുന്നു. അതിൻ്റെ മേൽ പിന്നെ എണ്ണ അഭിഷേകം ചെയ്യുന്നു. ഇനി ഇങ്ങനെയുള്ള കാളിയൊന്നുമില്ല. എന്നാൽ കാളിയുടെ നൗദാ ഭക്തി വളരെ പേർ ചെയ്യുന്നു. വാസ്തവത്തിൽ കാളി ജഗദംബയാണ്. കാളിയുടേത് ഇങ്ങനെയുള്ള രൂപമല്ല. എന്നാൽ നൗദാ ഭക്തി ചെയ്യുമ്പോൾ ബാബ ഭാവനയ്ക്കുള്ള ഫലം നൽകുന്നു. കാമചിതയിൽ ഇരിക്കുന്നതിലൂടെ കറുപ്പായി. ഇപ്പോൾ ജ്ഞാനചിതയിലിരുന്ന് വെളുപ്പാകുന്നു. കാളി ഇപ്പോൾ ജഗദംബ ആയിരിക്കുന്നു. അതിന് സാക്ഷാത്കാരം എങ്ങനെ ചെയ്യിക്കുവാനാകും? ജഗദംബ ഇപ്പോൾ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൻ്റെയും അന്തിമ ജന്മത്തിലാണ്. ദേവതമാർ ഇപ്പോൾ ഇല്ല. അപ്പോൾ അവർ എന്ത് സാക്ഷാത്കാരം ചെയ്യിക്കുവാനാണ്? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ സാക്ഷാത്കാരത്തിൻ്റെ താക്കോൽ എൻ്റെ കൈകളിലാണ്. അല്പകാലത്തേക്ക് ഭാവന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. എന്നാൽ അവർ ഞാനുമായി കണ്ടുമുട്ടുന്നില്ല. ഉദാഹരണം ഒരു കാളിയുടേത് നൽകുന്നു. ഈ രീതിയിൽ വളരെയധികമുണ്ട്. ഹനുമാൻ, ഗണപതി ആദിയായവ. സിഖുകാരും ഗുരു നാനാക്കിൻ്റെ വളരെയധികം ഭക്തി ചെയ്യുകയാണെങ്കിൽ അവർക്കും സാക്ഷാത്കാരമുണ്ടാകും. എന്നാൽ അവരും താഴേക്ക് വരുന്നുവല്ലോ. ബാബ കുട്ടികൾക്ക് കാണിച്ചു തരുന്നു, നോക്കൂ, ഇന്നയാൾ ഗുരു നാനാക്കിൻ്റെ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും സാക്ഷാത്കാരം ഞാനാണ് ചെയ്യിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് സാക്ഷാത്കാരം ചെയ്യിക്കുക? ഗുരു നാനാക്കിൻ്റെ പക്കൽ സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുന്നതിൻ്റെ താക്കോൽ ഇല്ല. ഈ ബാബ പറയുന്നു, എനിക്ക് വിനാശത്തിൻ്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരം ചെയ്യിച്ചതും ആ ബാബയാണ്. പക്ഷേ സാക്ഷാത്കാരത്തിലൂടെ യാതൊരു മംഗളവുമില്ല. ഇങ്ങനെ വളരെ പേർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുമായിരുന്നു. ഇന്ന് അവർ ഇല്ല. വളരെയധികം കുട്ടികൾ പറയുന്നു, നമുക്ക് സാക്ഷാത്കാരം ഉണ്ടായെങ്കിൽ നിശ്ചയം ഉണ്ടായേനെ. എന്നാൽ നിശ്ചയം സാക്ഷാത്കാരത്തിലൂടെ ഉണ്ടാവുക സാധ്യമല്ല. നിശ്ചയം ഉണ്ടാകുന്നത് ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയുമാണ്. 5000 വർഷം മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സാക്ഷാത്കാരം ഞാനാണ് ചെയ്യിക്കുന്നത്. മീരയും സാക്ഷാത്കാരം ചെയ്തു. ആത്മാവ് അവിടേക്ക് പോയി എന്നല്ല. ഇല്ല, ഇരിക്കവേ തന്നെ സാക്ഷാത്കാരം കാണുന്നു. എന്നാൽ എന്നെ പ്രാപ്തമാക്കുവാൻ സാധിക്കുകയില്ല. ബാബ പറയുന്നു, ഏതെങ്കിലും കാര്യത്തിൻ്റെ സംശയമുണ്ടെങ്കിൽ ആരാണോ ബ്രാഹ്മണികൾ അഥവാ ടീച്ചേഴ്സ് അവരോട് ചോദിക്കൂ. ഇതും അറിയുന്നുണ്ട്. കുട്ടികളും നമ്പർ വാറാണ്, നദികളും നമ്പർ വാറാണ്. ചില കുളങ്ങളുമുണ്ട്, വളരെ മലിനവും ദുർഗന്ധമുള്ള ജലവും ഉള്ളവയാണ്. അവിടെയും വിശ്വാസഭാവത്തോടെ മനുഷ്യർ പോകുന്നു. അതാണ് ഭക്തിയുടെ അന്ധവിശ്വാസം. ഒരിക്കലും ആരെയും ഭക്തിയിൽ നിന്നും വിടുവിക്കരുത്. ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ഭക്തി സ്വയമേ തന്നെ വിട്ടുപോകും. ബാബയും നാരായണന്റെ ഭക്തനായിരുന്നു. ലക്ഷ്മി ദാസിയായി നാരായണന്റെ പാദം അമർത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ കണ്ടു. അപ്പോൾ അത് തികച്ചും നല്ലതായി തോന്നിയില്ല. സത്യയുഗത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നില്ല.
അപ്പോൾ ഞാൻ ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞു, ലക്ഷ്മിക്ക് ഈ ദാസ്യത്തിൽ നിന്നും വിട നൽകൂ എന്ന്. ബാബ ഭക്തനായിരുന്നു, എന്നാൽ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭക്തരാണ്. ബാബയുടെ കുട്ടികളായ നമ്മൾ അധികാരികളാണ്. കുട്ടികളെ ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരി ആക്കുന്നു. പറയുന്നു, നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകുന്നു. ഇങ്ങനെയുള്ള ബാബയെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ബാബയെ പൂർണ്ണമായും ഓർമ്മിക്കണം. ആ ഒന്നിനെ നിങ്ങൾക്ക് ഈ കണ്ണുകളിലൂടെ കാണുവാൻ സാധിക്കില്ല. ആ ഒന്നുമായി യോഗം ചേർക്കണം. ഓർമ്മയും ജ്ഞാനവും തികച്ചും സഹജമാണ്. ബീജത്തെയും വൃക്ഷത്തെയും അറിയണം. നിങ്ങൾ ആ നിരാകാരി വൃക്ഷത്തിൽ നിന്നും സാകാരി വൃക്ഷത്തിലേക്ക് വന്നിരിക്കുന്നു. ബാബ സാക്ഷാത്കാരത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കിച്ചു, വൃക്ഷത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കിച്ചു. കർമ്മം, അകർമ്മം, വികർമ്മങ്ങളുടെ ഗതിയും ബാബ മനസ്സിലാക്കിച്ചു. അച്ഛൻ, ടീച്ചർ, ഗുരു 3 പേരിലൂടെ തന്നെയാണ് ശിക്ഷണം ലഭിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ 21 ജന്മത്തേക്ക് സദാ സുഖമുള്ളവരായി മാറുന്ന തരത്തിലുള്ള ശിക്ഷണം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അങ്ങനെയുള്ള കർമ്മം പഠിപ്പിക്കുന്നു. ടീച്ചർ ശിക്ഷണം നൽകുന്നുവല്ലോ. ഗുരുക്കന്മാരും പവിത്രതയുടെ ശിക്ഷണം നൽകുന്നു, അഥവാ കഥകൾ കേൾപ്പിക്കുന്നു. എന്നാൽ ധാരണ തീർത്തും ഉണ്ടാകുന്നില്ല. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, അന്തമതി സ്വഗതി ഉണ്ടാകും. മനുഷ്യർ മരിക്കുന്ന നേരം പറയുന്നു, രാമ രാമ എന്ന് പറയൂ. അപ്പോൾ ബുദ്ധി ആ ഭാഗത്തേക്ക് പോകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, സാകാരവുമായുള്ള നിങ്ങളുടെ യോഗം ഒഴിവായി. ഇപ്പോൾ ഞാൻ നിങ്ങളെ വളരെ നല്ല കർമ്മം പഠിപ്പിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ചിത്രം നോക്കൂ. പഴയ ലോകത്തെ തൊഴിക്കുന്നു, പുതിയ ലോകത്തിലേക്ക് വരുന്നു. നിങ്ങളും പഴയ ലോകത്തെ തൊഴിച്ച് പുതിയ ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പാദം നരകത്തിൻ്റെ നേർക്കാണ്, മുഖം സ്വർഗത്തിൻ്റെ നേർക്കാണ്. ശ്മശാനത്തിലും ഉള്ളിലേക്ക് കയറുമ്പോൾ ജഡത്തിൻ്റെ മുഖം ആ ഭാഗത്തേക്കാക്കുന്നു, പാദം പിൻഭാഗത്താക്കുന്നു. അപ്പോൾ ഈ ചിത്രവും ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു. മമ്മയും ബാബയും കുട്ടികളായ നിങ്ങളും. നിങ്ങൾക്ക് മമ്മയെയും ബാബയെയും ഫോളോ ചെയ്യേണ്ടി വരും, അവരുടെ സിംഹാസനത്തിൽ ഇരിക്കുവാനായി. രാജാവിൻ്റെ കുട്ടികൾ, പ്രിൻസ്, പ്രിൻസസ് എന്നാണല്ലോ പറയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഭാവിയിൽ പ്രിൻസ്, പ്രിൻസസ് ആകുന്നു. നിങ്ങളെ ഇങ്ങനെയുള്ള കർമ്മ പഠിപ്പിക്കുന്ന ഏതെങ്കിലും അച്ഛനും ടീച്ചറും ഗുരുവും ഉണ്ടാകുമോ? നിങ്ങൾ സദാകാലത്തേക്കായി സുഖമുള്ളവരാകുന്നു. ഇത് ശിവബാബയുടെ വരമാണ്. ആ ഒന്ന് ആശീർവദിക്കുന്നു. നമ്മുടെ മേൽ ആ ഒന്നിൻ്റെ കൃപയുണ്ട് എന്നല്ല, പറയുന്നതിലൂടെ മാത്രം ഒന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. വെറും ആശീർവാദം കൊണ്ട് മാത്രം നിങ്ങൾ ആയിത്തീരുകയില്ല. ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കണം. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ധാരണ ചെയ്യണം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. വായ് കൊണ്ട് രാമ രാമ എന്ന് പറയുന്നതും ശബ്ദമാകുന്നു. നിങ്ങൾക്ക് ശബ്ദത്തിന് ഉപരി പോകണം, നിശബ്ദമായിരിക്കണം. വളരെ നല്ല നല്ല കളികളും ഇറങ്ങുന്നു. വിദ്യാഭ്യാസമില്ലാത്തവരെ വിഡ്ഢി എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ സർവ്വതും മറന്ന് നിങ്ങൾ തീർത്തും വിഡ്ഢിയായി മാറൂ. ഞാൻ നിങ്ങൾക്ക് ഏതൊരു മതം നൽകുന്നുവോ അതനുസരിച്ച് നടക്കൂ. പരംധാമത്തിൽ നിങ്ങൾ സർവ്വ ആത്മാക്കളും ശരീരമില്ലാതെ വസിക്കുന്നു. പിന്നെ ഇവിടെ വന്ന് ശരീരമെടുക്കുന്നു. അപ്പോൾ ജീവാത്മാവ് എന്ന് പറയുന്നു. ആത്മാവ് പറയുന്നു,
ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഫസ്റ്റ് ക്ലാസ് കർമ്മം പഠിപ്പിക്കുന്നു. ടീച്ചർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ശക്തിയുടെ എന്ത് കാര്യമാണ്? സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുന്നു. ഇതിനെ ഇന്ദ്രജാലം എന്ന് പറയുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുക. ഇങ്ങനെയുള്ള ഇന്ദ്രജാലം ആർക്കും കാണിക്കുവാൻ കഴിയില്ല. ബാബ കരാറുകാരനുമാണ്. പഴയത് വാങ്ങി പുതിയത് നൽകുന്നു. ഇദ്ദേഹത്തെ പഴയ ലോഹപാത്രം എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് യാതൊരു മൂല്യവുമില്ല. ഇക്കാലത്ത് നോക്കൂ, ചെമ്പിൻ്റെ പോലും പൈസ ഉണ്ടാക്കപ്പെടുന്നില്ല. അവിടെയാകട്ടെ സ്വർണത്തിൻ്റെ നാണയങ്ങൾ ഉണ്ട്. അത്ഭുതമല്ലേ? എന്തിൽ നിന്നും എന്തായി കഴിഞ്ഞു? ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ നമ്പർ 1 കർമ്മം പഠിപ്പിക്കുന്നു. മന്മനാഭവയായി മാറും. പിന്നെയുള്ളത് പഠനമാണ്. അതിലൂടെ സ്വർഗത്തിൻ്റെ പ്രിൻസാകും. ഇപ്പോൾ ദേവതാധർമ്മം പ്രായലോപമായി. അത് വീണ്ടും സ്ഥാപനമാകുന്നു. മനുഷ്യർ നിങ്ങളുടെ പുതിയ കാര്യങ്ങൾ കേട്ട് അത്ഭുതപ്പെടുന്നു. പറയുന്നു, സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഒരുമിച്ച് പവിത്രമായിരിക്കുവാൻ സാധിക്കില്ല. ഇതെങ്ങനെ നടക്കും? ബാബ പറയുന്നു, ഒരുമിച്ചിരുന്ന് നോക്കൂ. ഇല്ലെങ്കിൽ എങ്ങനെ അറിയുവാൻ കഴിയും? ഇടയിൽ ജ്ഞാനത്തിൻ്റെ വാൾ വെക്കേണ്ടതുണ്ട്. ഇതിൽ ധീരത കാണിക്കണം. പരീക്ഷയുണ്ടാകുന്നു. അപ്പോൾ മനുഷ്യർ ഈ കാര്യങ്ങളിൽ അത്ഭുതപ്പെടുന്നു. കാരണം ശാസ്ത്രങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഇവിടെയാകട്ടെ പ്രാക്ടിക്കലായി പ്രയത്നിക്കേണ്ടി വരുന്നു. ഗാന്ധർവ വിവാഹത്തിൻ്റെ കാര്യം ഇവിടുത്തേതാണ്. ഇപ്പോൾ നിങ്ങൾ പവിത്രമാകുന്നു. അതിനാൽ ബാബ പറയുന്നു, ധീരത കാണിക്കൂ. സന്യാസിമാരുടെ മുന്നിൽ തെളിവ് നൽകണം. സമർത്ഥനായ ബാബയാണ് മുഴുവൻ ലോകത്തെയും പാവനമാക്കുന്നത്. ബാബ പറയുന്നു, ഒരുമിച്ചിരുന്നുകൊള്ളൂ. എന്നാൽ നഗ്നമാകാതിരിക്കണം. ഇതെല്ലാം യുക്തികളാണ്. വളരെ വലിയ പ്രാപ്തിയാണ്. ഒരു ജന്മം മാത്രം ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് പവിത്രമായിരിക്കണം. യോഗത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും 21 ജന്മത്തേക്ക് എവർ ഹെൽത്തി ആകുന്നു. ഇതിൽ പ്രയത്നമുണ്ടല്ലോ. നിങ്ങൾ ശക്തി സേനയാണ്. മായയുടെ മേൽ ജയം നേടി ജഗത് ജീത്താകുന്നു. എല്ലാവരും ആവുകയില്ല. ഏത് കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുമോ അവർ ഉയർന്ന പദവി നേടും. നിങ്ങൾ ഭാരതത്തെയാണ് പവിത്രമാക്കി വീണ്ടും ഭാരതത്തിലാണ് രാജ്യം ഭരിക്കുന്നത്. യുദ്ധത്തിലൂടെ ഒരിക്കലും സൃഷ്ടിയുടെ ചക്രവർത്തി പദവി ലഭിക്കില്ല. ഇത് അത്ഭുതമാണല്ലോ. ഈ സമയം എല്ലാവരും പരസ്പരം അടികൂടി ഇല്ലാതാകുന്നു. വെണ്ണ ഭാരതത്തിന് ലഭിക്കുന്നു. നേടിത്തരുന്നവർ വന്ദേ മാതരം. മെജോറിറ്റി മാതാക്കളാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ജന്മാന്തരങ്ങളായി നിങ്ങൾ ഗുരുക്കന്മാരെ സ്വീകരിച്ചു വന്നു, ശാസ്ത്രങ്ങൾ പഠിച്ചു വന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ജഡ്ജ് യോർസെൽഫ്. ശരി എന്താണ്? സ്വയം നിർണയിക്കൂ. സത്യയുഗം റൈറ്റിയസ് ലോകമാണ്. മായ അൺറൈറ്റിയസ് ഭ്രഷ്ടാചാരമാക്കുന്നു. ഇപ്പോൾ ഭാരതവാസി ഇർറിലീജിയസ് ആയിരിക്കുന്നു. റിലീജിയൻ ഇല്ല, അതിനാൽ മൈറ്റ് ഉണ്ടായിരിക്കുന്നില്ല. ഇർറിലീജിയസ്, അൺറൈറ്റിയസ്, അൺലോഫുൾ, ഇൻസോൾവെന്റ് ആയിരിക്കുന്നു. അധാർമികരും ഭ്രഷ്ടാചാരിയും നിയമവിരുദ്ധവും ദരിദ്രവുമായിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബയാണ്. അതിനാൽ പരിധിയില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ നിങ്ങളെ റിലീജിയസും മോസ്റ്റ് പവർഫുൾ ആക്കുന്നു. സ്വർഗം നിർമ്മിക്കുക എന്നത് പവർഫുൾ ആയ കാര്യമാണല്ലോ, എന്നാൽ ഗുപ്തമാണ്. ഇൻകോഗ്നിറ്റോ വാരിയേഴ്സാണ്. ബാബയ്ക്ക് കുട്ടികളുടെ മേൽ വളരെ സ്നേഹമുണ്ട്. മതം നൽകുന്നു. അച്ഛൻ്റെ മതം, ടീച്ചറിൻ്റെ മതം, ഗുരുവിൻ്റെ മതം, സ്വർണ്ണ പണിക്കാരൻ്റെ മതം, അലക്കുകാരൻ്റെ മതം. ഇതിൽ എല്ലാ മതങ്ങളും വരുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ
ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ ഒരു അന്തിമ ജന്മത്തിൽ ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടന്ന് ഗൃഹസ്ഥത്തിൽ ഇരിക്കവേ പവിത്രമായിരിക്കണം. ഇതിൽ ധീരത കാണിക്കണം. ശ്രീമതനുസരിച്ച് സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. ശബ്ദത്തിനുപരി പോകേണ്ടതുണ്ട്. എന്തെല്ലാം പഠിക്കുകയും കേൾക്കുകയും ചെയ്തോ അവയെ മറന്ന് ബാബയെ ഓർമ്മിക്കണം. വരദാനം: പരിതസ്ഥിതികളെ ഗുഡ് ലക്ക് ആയി മനസ്സിലാക്കി തൻ്റെ നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്ന അചഞ്ചലവും ഉലയാത്തവരുമായി ഭവിക്കട്ടെ. ഏതൊരു പരിതസ്ഥിതി വന്നാലും താങ്കൾ ഹൈ ജമ്പ് നടത്തൂ. കാരണം പരിതസ്ഥിതി വരുന്നതും ഗുഡ് ലക്കാണ്. ഇത് നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷനെ ഉറപ്പിക്കുന്നതിൻ്റെ ഉപാധിയാണ്. താങ്കൾ എപ്പോഴാണോ ഒരു തവണ അംഗത്തിന് സമ്മാനം ഉറച്ചത് ആകുന്നത്, അപ്പോൾ ഈ പരീക്ഷയും നമസ്കരിക്കും. ആദ്യം വികരാള രൂപത്തിൽ വരും, പിന്നെ ദാസിയായി മാറും. ചലഞ്ച് ചെയ്യൂ, നമ്മൾ മഹാവീരനാണ്. ഏതുപോലെ ജലത്തിൻ്റെ മേൽ വരയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ലയോ, അതേപോലെ മാസ്റ്റർ സാഗരമായ എൻ്റെ മേൽ ഒരു പരിതസ്ഥിതിക്കും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. സ്വസ്ഥിതിയിൽ ഇരിക്കുന്നതിലൂടെ അചഞ്ചലവും ഉലയാത്തവരുമായി മാറും. സ്ലോഗൻ: പഴയ വർഷത്തിന് വിട നൽകുന്നതിനോടൊപ്പം കയ്പ് നിറഞ്ഞ സ്വഭാവത്തിനും വിട നൽകൂ. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയുടെയും പ്യൂരിറ്റിയുടെയും പേഴ്സണാലിറ്റി ധാരണ ചെയ്യൂ. അഥവാ വരദാതാവും വരദാനിയും രണ്ടുപേരുടെയും സംബന്ധം സാമീപ്യമുള്ളതും സ്നേഹത്തിൻ്റെ ആധാരത്തിലൂടെ നിരന്തരം ആയിരിക്കുകയും സദാ കമ്പൈൻഡ് രൂപത്തിൽ ഇരിക്കുകയുമാണെങ്കിൽ പവിത്രതയുടെ ഛത്രഛായ സ്വതവേ ഉണ്ടായിരിക്കും. എവിടെ സർവശക്തിവാനായ ബാബയുണ്ടോ അവിടെ അപവിത്രതയ്ക്ക് സ്വപ്നത്തിൽ പോലും വരാൻ സാധിക്കില്ല. എപ്പോഴാണോ ഒറ്റയ്ക്കാകുന്നത് അപ്പോൾ പവിത്രതയുടെ മംഗല്യ തിലകം ഇല്ലാതാകുന്നു. ഓം ശാന്തി. സങ്കല്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും
ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.